അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ക്യാമറ ഓണാണെന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കട്ടെ. ഓക്കെ, അതെന്തായാലും ഒരു ഓപ്ഷൻ മാറിയതേനു. എന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ടല്ലേ ക്യാമറ ഓൺ ആയിട്ടുണ്ടെങ്കിലും. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? ഇൻഷാ അള്ളാ, എനിക്ക് ഇന്നലെ നൈറ്റിക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നൈറ്റിലൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ പിന്നെ പെട്ടെന്ന് ഉറങ്ങാനുള്ള പണി നോക്കുകയാണെന്നുണ്ടായി. പിന്നെ അങ്ങോട്ട് ലിങ്ക് ഷെയർ ചെയ്യാൻ വിട്ടു. പിന്നെ എന്തായാലും കുറച്ച് പേരെങ്കിലും വെയിറ്റിങ്ങിൽ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ് ക്യാൻസൽ ചെയ്യാതിരുന്നത്. ഇന്ന് ചെറിയൊരു തിരക്കിലാണ്. എന്താ കുറച്ച് പറ്റി? കഴിഞ്ഞിട്ട് അല്ല, ഹസ്ബൻഡ് വയനാട് പോവാണ്. അപ്പൊ പെട്ടെന്ന് കടി ഓക്കെ, ഇൻഷാല്ലാ. കിച്ചണിലാണ്. ഓക്കെ, ഇൻഷാല്ലാ. ഞാൻ പോയി ഓണാക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ, നമുക്ക് കുറഞ്ഞ പേരാണെങ്കിൽ പോലും ഒരു രാവിലെയുള്ള ഈ ഒരു ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നല്ലാത്തൊരു എനർജി, അൽഹംദുലില്ലാ. ആ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരിൽ നിന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റപ്പെടുന്ന ഒരു എനർജിയാണ്. നമുക്ക് നമ്മുടെ എനർജി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരാളിൽ നിന്നും മാത്രം ഉണ്ടാവുന്നതല്ല. നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തികൾക്കും ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ്നെസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം അല്ലെ, നമ്മളിങ്ങനെ ഒരു അവശയായി അല്ലെങ്കിൽ ഒരു സുഖമില്ലാതിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എത്ര തന്നെ ഹാപ്പി ആണെങ്കിൽ പോലും അവരടുത്ത് പോയി നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അതുപോലെ നമ്മൾ എത്ര തന്നെ ഡള്ളായിരിക്കുകയാണ്, പക്ഷെ ഒരു കൂട്ടം നല്ല ഹാപ്പിനെസ് ഉള്ള ഒരാളുകളുടെ നടുവിലേക്കാണ് നമ്മൾ എത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ അങ്ങനെ തന്നെ അങ്ങോട്ട് ഡള്ളായിരിക്കാനും വേണ്ടി പറ്റില്ല. നമ്മൾ അറിയാതെങ്കിലും എന്തായി പോകും. അവിടെ നമ്മളൊന്ന് അറിയാതെ നമ്മുടെ ആ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഒന്ന് മറന്നിട്ട് നമ്മളും അവരിൽ ഒരാളായി മാറും അല്ലെ, കുറച്ച് സമയത്തേക്കെങ്കിലും. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പായിരിക്കുമ്പോൾ ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു എനർജി നമ്മളേക്ക് എല്ലാവരിലേക്കും സ്പ്രെഡ് ആവുന്നുള്ളതാണ്. അതുപോലെ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ അൽഹംദുലില്ലാ, ഇവിടെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ, നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ നമ്മളിലേക്ക് എന്താവുകയാണ്, നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടും. അപ്പൊ ഇവിടെ നമ്മൾ ഓരോരുത്തരും ഈ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായി ബാക്കി എല്ലാ തിരക്കിലും വെച്ചിട്ട് ഇവിടെ കയറുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു പോസിറ്റീവ്നെസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ്. ഞാൻ ജസ്റ്റ് കുറച്ച് മുമ്പ് എനിക്ക് വേറൊരു ലിങ്ക് വന്നത് ഞാൻ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കയറി നോക്കി, അതുപോലെ മോർണിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ. അൽഹംദുലില്ലാ, ഇന്ന് സന്തോഷിപ്പിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഏകദേശം 300-ൽ കൂടുതൽ ആളുകളാണ് അവിടെ കയറിയിരിക്കുന്നത്. അപ്പൊ അവിടെ ആ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് എല്ലാവർക്കും അങ്ങനെ ആ ഒരു ഗ്രൂപ്പായിട്ട് കിട്ടുമ്പോൾ അവിടെ അവരെന്ത് ചെയ്യണം, ആ ഒരു സുഖം അവരങ്ങോട്ട് അനുഭവിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന ആളുകളെല്ലാം തിരക്കില്ലാത്തവരാണോ? അല്ല, എല്ലാവരും രാവിലെ എന്ന് പറയുന്ന ഈ ഒരു ടൈം ഭയങ്കര ബിസിയാണ് അല്ലെ. ഈ ഒരു മോർണിംഗ് ടൈം അത്രയും ബിസി ആയിരിക്കെ തന്നെ ഓരോരുത്തരും
അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തോ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഇവിടെ കുറച്ച് പേരെങ്കിലും അൽഹംദുലില്ലാ ആ ഒരു പോസിറ്റീവ്നെസ്സിനെ ആസ്വദിച്ചുകൊണ്ട് അതിനെ ആ ഒരു മധുരം നുകരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ലിങ്ക് ഓൺ ചെയ്യാതിരിക്കാനോ വരാതിരിക്കാനോ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങളുടെ എനർജി എന്നിലേക്ക് പാസ് ചെയ്യപ്പെടണം. അപ്പൊ ഇൻഷാല്ലാ അങ്ങനെ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എനർജികൾ കൈമാറ്റം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു യാത്ര മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റട്ടെ. അതുപോലെ ക്യാമറ ഓണാക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. എന്നിരുന്നാലും ഈ ക്യാമറ ഓണാക്കി ഇരിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ മുന്നിൽ ആ ഒരു ഫേസ് കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ചിത്രം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കും, അല്ലെ? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്റെ ചിത്രം പതിയുന്നത് പോലെ നിങ്ങളെ ഞാൻ കാണുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ചിത്രം, നിങ്ങളുടെ ഒരു രൂപം എന്റെ ഉള്ളിലും പതിഞ്ഞിരിക്കും. ജസ്റ്റ് വൺ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കുകയാണെങ്കിലോ ഒരു വാട്സപ്പിൽ ഒരു കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിലോ എങ്കിൽ പോലും എനിക്ക് ആദ്യം നിങ്ങൾ ആ ഒരു വോയിസ് കേൾക്കുന്ന സമയത്ത് തന്നെ എന്തേ ഫീൽ ചെയ്യാം, ആ ഒരു ഫേസ് അങ്ങോട്ട് ഫീൽ ചെയ്യുക, അല്ലെ? അങ്ങനെ ആ ഒരു ഫേസ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരറിയാത്തൊരാൾക്ക് കൊടുക്കുന്ന ഒരു മറുപടിയും അതിലപ്പുറം നമ്മളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന മറുപടിയും തമ്മിൽ തികച്ചും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തും കിട്ടുന്നതിന്റെ ഫുള്ളി കിട്ടുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ പ്രയാസമായിരിക്കും, ചിലപ്പോഴല്ല കൂടുതലും പ്രയാസം തന്നെയായിരിക്കും. കാരണം നമ്മുടെ കേൾവി എന്ന് പറയുന്നത് ഞാൻ പറയണത് അതുപോലെ ആയിരിക്കില്ല നിങ്ങൾ കേൾക്കുന്നത്. നമ്മുടെ കേൾവിയെ, നമ്മൾ കേൾക്കുന്ന സംഭവത്തെ നമ്മുടെ ബ്രെയിനിലേക്ക് ഫിൽട്ടർ ചെയ്യപ്പെട്ട് നമ്മുടെ ബ്രെയിനിൽ പോയി പതിക്കുന്നത് മാത്രമേ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് കേൾക്കാന്നല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പൈപ്പില് ഓക്കെ ഒരു പേനയുടെ ടോപ്പ് ഇതൊരു പൈപ്പാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ഒരു ഏറ്റവും മുറിച്ചിരിക്കുകയാണ്, കീറിയിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. മനസ്സിൽ ഇതൊരു പൈപ്പാണെന്ന് സങ്കല്പിക്കുക. ഇതുവഴി വളരെ ശക്തിയായി വെള്ളം ഇങ്ങനെ കുതിച്ചു വരികയാണ്, വളരെ സ്പീഡിൽ വെള്ളം കുതിച്ചു വരികയാണ്. ഈ വളരെ സ്പീഡിൽ വെള്ളം കുതിച്ചു വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ പൈപ്പിന്റെ അകത്തുകൂടി കുറച്ച് വെള്ളം പോകും, ബാക്കി കുറച്ച് വെള്ളം പുറത്തുകൂടി പോകും, അല്ലെ? ബാക്കി കൂടുതൽ വെള്ളവും ഏതിലൂടെ ആയിരിക്കും പോവുക, പുറം ഭാഗങ്ങളിലൂടെ ആയിരിക്കും. അപ്പൊ ഇതുപോലെ ഞാൻ പറയുന്ന വേർഡ്സുകൾ അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കേൾക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് പറയുന്ന എന്തും, അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതിന് അവര് പറയുന്നത് എന്തും ഇതുപോലെ ഒരു ഫിൽറ്ററിലൂടെയിട്ടാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിപ്പെടാനുള്ളത്. ഇങ്ങനെ ഈ ഫിൽട്ടർ ചെയ്യപ്പെടുമ്പോൾ നേരത്തെ ശക്തമായ ഒരു വെള്ളം ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രം ഇതുവഴി പോവുകയും കുറച്ച് കൂടുതൽ വെള്ളം ഇതിന് പുറം വശത്തൂടി സ്പ്രെഡായി പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ഈ വെള്ളത്തിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതുപോലത്തെ ഒരു 4-5 കുഞ്ഞു കുഞ്ഞു പൈപ്പ് ലൈൻസുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു കുഞ്ഞു കുഞ്ഞു പെനിന്റെ ടോപ്പ് പോലെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് നിന്ന് കടത്തി വിടുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ഡിഫറെന്റ് ആയ കളേഴ്സിലുള്ള വെള്ളങ്ങളാണ്. ഒരു 4-5 കളറുകളിലുള്ള വെള്ളമാണ്. ഈ 4-5 കളേഴ്സിലുള്ള വെള്ളം അങ്ങോട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടില്ല, എന്നാലും ഒരുമിച്ച് പല കളേഴ്സിലുള്ള വെള്ളം അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് വരികയാണ്. ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു പൈപ്പിലൂടെ കുറച്ച് വൈറ്റും കുറച്ച് വേറെ ഏതെങ്കിലും കളേഴ്സും അങ്ങനെ മിക്സ് ആയി പോയാൽ, എന്നാൽ അടുത്ത പൈപ്പിലൂടെ പോണത് ഇതിന്റെ അകത്ത് കൂടി തന്നെ മിക്സ് ആയ കറക്റ്റ് ആയിരിക്കോ? അല്ല. അല്ല. ഇതിന്റെ അകത്ത് കൂടി പോയത് അത് ഇപ്പൊ ഈ ചുറ്റുപാടിൽ നിന്ന് വന്നിരിക്കുന്നത് ഡിഫറെന്റ് കളേഴ്സിലുള്ള വെള്ളമാണെങ്കിലും ഓരോ പൈപ്പ് ലൈനിലൂടെയും കടന്നു പോയിരിക്കുന്നത് ഓരോ നിറത്തിലുള്ള ഓരോ അളവിലായിരിക്കാം പല കളറിലുള്ള വെള്ളങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പൈപ്പ് ലൈനിന് കൂടുതൽ വൈറ്റ് ആണ് കിട്ടിയതെങ്കിൽ അടുത്ത പൈപ്പ് ലൈനിൽ കൂടുതൽ യെല്ലോ ആണ് കിട്ടിയതെങ്കിൽ അടുത്ത പൈപ്പ് ലൈനിൽ കൂടുതൽ റെഡ് ആണ് കിട്ടിയിരുന്നെങ്കിൽ അതിനടുത്തതിലേക്ക് ഗ്രീൻ ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഓരോ പൈപ്പ് ലൈൻസിനും വളരെ ഡിഫറെന്റ് ആയിരിക്കുന്ന രീതിയിലായിരിക്കും ഈ വെള്ളങ്ങളൊക്കെ കിട്ടിയിരിക്കുക. ഇനി
ഈ കിട്ടിയ വെള്ളത്തിന്റെ കളേഴ്സ് മാറ്റമുണ്ട് അല്ലെ? ഈ ഡിഫറെന്റ് ആയ കളറിലുള്ള വെള്ളം ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഓരോ വെള്ളത്തിനും ഓരോ രീതിയിലുള്ള രുചികളായിരിക്കാം, ഓരോ രുചിയുള്ള ടേസ്റ്റുകളായിരിക്കാം, ഓരോ രീതിയിലുള്ള സാന്ദ്രതകളായിരിക്കാം. ഓരോ വെള്ളത്തിന്റെയും പ്രവർത്തനം ഡിഫറെന്റ് ആയിരിക്കാം. എന്നാൽ ഈ ഓരോ പൈപ്പ് ലൈനിലൂടെയും വെള്ളം പാസ് ചെയ്യപ്പെട്ടത് അനുഭവിക്കുന്നത് സെയിം അനുഭവങ്ങളായിരിക്കോ, ഡിഫറെന്റ് ആയിരിക്കോ? ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ഇതുപോലെയാണ് നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് കേൾക്കുന്ന പല വോയിസുകളും നമ്മളിൽ ഫിൽട്ടർ ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മെസ്സേജ് അവർ ഉദ്ദേശിക്കുന്നത് ആവാത്തത്. നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കളോട് ചോദിക്കാറുണ്ടായിരിക്കാം, നിനക്കെന്താ പറഞ്ഞാൽ ചെവി കേൾക്കൂലേ, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതല്ലെങ്കിൽ നമ്മളോട് ചിലപ്പോൾ നമ്മളുടെ പാരൻസോ ഹസ്ബൻഡോ ആരെങ്കിലും ചോദിക്കുന്നുണ്ടാവാം, നിനക്കെന്താ എത്രയും പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്ന്. കാരണം നമ്മളോട് പറയപ്പെടുന്ന സമയത്ത് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് എന്തോ അത് അതുപോലെ നമ്മളിലേക്ക് എത്തണം എന്നാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നുള്ളതെങ്കിൽ നമ്മളിൽ ഫിൽട്ടർ ചെയ്യപ്പെട്ടിരിക്കുന്ന സംഭവം എന്തായിരിക്കും എന്നറിയോ? അവിടെ ആ വ്യക്തി പറയുന്ന വേർഡ്സുകളിൽ നിന്ന് എല്ലാം അങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തില്ല. പലതും ആ പൈപ്പ് ലൈനിന്റെ പുറത്തു കൂടി പോകും, ആ ഫിൽറ്ററിന്റെ പുറത്തു കൂടി പോകും. അങ്ങനെ പുറം ഭാഗങ്ങളിലൂടെ ഫ്ലഡായി പോയിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് അത് മുഴുവനും അങ്ങോട്ട് നമ്മളിലേക്ക് എത്തൂല എന്നുള്ളതാണ്. അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ ഇതിനു മുമ്പും ഇവിടെ ക്ലാസ്സിൽ തന്നതാണ്. എന്നാലും ഒന്നും കൂടി കുറച്ച് പേരെങ്കിലും പുതിയതായി വന്നവരുണ്ടല്ലോ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സൗകര്യത്തിലുണ്ടെങ്കിൽ ഒരു പേനയും പേപ്പറും എടുക്കാം. സൗകര്യത്തിലില്ലാത്തവർ പിന്നീട് എടുക്കാം. ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് എഴുതാം. ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് എഴുതുകയോ വരയ്ക്കുകയോ എന്തും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഒന്നുകിൽ ഞാൻ പറയുന്ന ആ സെന്റൻസ് നിങ്ങൾക്ക് അതുപോലെ എഴുതാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സെന്റൻസ് നിങ്ങൾക്ക് വരയ്ക്കാം. നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഒരു സ്ക്വയർ വരയ്ക്കാം. ആ സ്ക്വയറിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു 5 ഡോട്ട് കൊടുക്കാം. സെക്കൻഡ് വൺ, നിങ്ങൾക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. ആ സർക്കിളിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് 4 സ്ക്വയർ വരയ്ക്കാം. തേർഡ് വൺ, നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ആ ട്രയാങ്കിളിന്റെ അകത്ത് ഒരു 3 സർക്കിളും 4 സ്ക്വയറും വരയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഒരു 5 ലൈൻ കൊടുക്കാം. ശേഷം ഒരു 10 ഡോട്ടും കൊടുക്കാം. ആരൊക്കെ ചെയ്തിട്ടുണ്ട്? ഇപ്പോ പേനയും പേപ്പറും കയ്യിലുണ്ടായിട്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഒരു 2 പേരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റൈസ് ഹാൻഡ് ചെയ്ത് വരും. ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തു. ഓക്കെ, ലാസ്റ്റ് വെരി പറഞ്ഞ ഗുഡ്. പൈപ്പ് ലൈൻ അല്ലേ? ഒരു ലൈൻ ലാസ്റ്റ് ലാസ്റ്റ് 10 പറഞ്ഞത് ഡോട്ട് ഡോട്ടാണ് ലാസ്റ്റ് പറഞ്ഞത്. 2 ലൈന് വെച്ചിട്ട് അതിന്റെ ഉള്ളിലല്ലേ? എങ്ങനെയാലും കുഴപ്പമില്ല. Next. ഞാൻ എന്താണോ ഫസ്റ്റ് വൺ പറഞ്ഞത് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ചെയ്താൽ മതി. ഇനി ഒരാളും കൂടി ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നോ. വേറെ ആരും ചെയ്തില്ല? എല്ലാവരും തിരക്കിനിടയിലാണെന്ന് അറിയാലേ. ഇതുപോലെ ഇടയ്ക്ക് പണി തരണം, എന്നാലേ അറിയുള്ളൂ നിങ്ങൾ കറക്റ്റ് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ഞാനും ചെയ്തു. ആരാണ് ഇപ്പൊ ചെയ്തു എന്ന് പറഞ്ഞത്? ക്ലിയർ ആയില്ല വോയിസ്. സെഫിയാണോ? ഓക്കെ. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും
പറ്റുവാണെങ്കിൽ ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് രണ്ടുപേരും ഒന്ന് സ്ക്രീനിൽ കാണിച്ചു തരും അത്. സ്പീഡ്. മെഹർബാൻ മാം, അതുപോലെ സഫിയ. നിങ്ങൾ രണ്ടുപേരും ചെയ്തതൊന്ന് സ്ക്രീനിൽ കാണിച്ചു തരാൻ വേണ്ടി പറ്റും. കാണുന്നുണ്ടോ? ബുദ്ധിമുട്ടാണെങ്കിൽ പുസ്തകത്തിന്റെ പുറംചട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴോ? ഇപ്പം കാണുന്നുണ്ട്. ഇപ്പൊ കണ്ടല്ലോ എല്ലാവരും. മെഹർബാൻ മാം വരച്ചത് കണ്ടു. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ സഫിയ മാം വരച്ചതൊന്ന് കാണിക്കോ? വരച്ചതാണോ എഴുതിയതാണോ എന്തായാലും കുഴപ്പമില്ല, ഒന്ന് കാണിച്ചു തരുമോ? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. റേഞ്ച് കിട്ടണില്ല, കട്ടാകുന്നു. ഓക്കെ ഓക്കെ. ഒന്ന് പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കി നോക്കൂ. ഞാനെന്നും റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുള്ളതാണ് ഇവിടെ അല്ലേ? പറ്റുന്നില്ലായിരിക്കും അല്ലേ? ഓക്കെ, ഡോണ്ട് വറി. പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്യാം. ഇനി ചെയ്യണ ഓരോരുത്തരും പിന്നീട് റെക്കോർഡ് കേട്ടിട്ട് അതൊന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം. ചെയ്യാത്തവര് ആദ്യം ഡിസ്കഷൻ ഗ്രൂപ്പ് നോക്കരുത്, ഒന്ന് റെക്കോർഡ് കേട്ടിട്ട് ചെയ്തതിന് ശേഷം മാത്രം അവർ ചെയ്ത ഫോട്ടോ നോക്കിയാൽ മതി. അതല്ലെങ്കിൽ വേണ്ട, ഗ്രൂപ്പിൽ ഇടണ്ട, എനിക്ക് പേഴ്സണൽ അയച്ചു തന്നാൽ മതി. എല്ലാം കൂടി ആകുമ്പോൾ ഞാൻ ഒരുമിച്ച് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം, അതായിരിക്കാം നല്ലത്. ഓക്കെ അല്ലേ? അപ്പൊ ആരും എന്ത് ചെയ്യണ്ട, ആരും ഗ്രൂപ്പിൽ ഫോട്ടോ ഇടണ്ട, എനിക്ക് പേഴ്സണലി ഫോട്ടോ തന്നാൽ മതി. ഓക്കെ. അപ്പൊ ഇൻഷാ അള്ളാ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ആ ഫോട്ടോസ് കിട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാം അതിനുള്ള വേരിയേഷൻസ്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ, പറഞ്ഞത് എന്താണ് എന്നൊക്കെയുള്ളത്, ഞാൻ പറഞ്ഞത് മലയാളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പറഞ്ഞത് മനസ്സിലാവാത്തത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇവിടെ ഈ ഒരു മോർണിംഗിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്ന വിഷയങ്ങളെ നിങ്ങളിൽ ഓരോരുത്തരിലേക്കും എത്തുക എന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കാം. നമുക്ക് ഓരോരുത്തരുടെ ഉള്ളിലേക്കും അത് എത്തുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ അവിടെ നമുക്ക് എത്തുക എന്നുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട്, നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട്, നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കാം നമുക്ക് ആ സംഭവങ്ങളെ ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒരു വെള്ളം എടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ അവസ്ഥ, ആ വെള്ളത്തിന്റെ ഷേപ്പ് എന്തായിരിക്കാം? ആ ഗ്ലാസിന്റെ മോഡലായിരിക്കും അല്ലേ? ഇനി അതേ വെള്ളം നമ്മൾ ഒരു ബോട്ടിലേക്ക് എടുക്കുകയാണെങ്കിലോ ആ വെള്ളത്തിന്റെ അവസ്ഥ ആ ബോട്ടിൻ്റെതായിരിക്കും. ഇനി ആ വെള്ളത്തെ നമ്മൾ ഒരു പരന്ന പാത്രത്തിലേക്ക് എടുക്കുകയാണെങ്കിലോ ആ വെള്ളത്തിന്റെ അവസ്ഥ അതൊരു പരന്ന പാത്രത്തിൻ്റെതായിരിക്കും. ഇനി ഒരു പരന്ന പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ച് അതിനൊന്ന് കട്ടയാക്കി, അതൊന്ന് ഐസ് കട്ടയായി, ഐസിന്റെ ആ വെള്ളം ഒരു ഖരാവസ്ഥയിലേക്കായി മാറി. ആ വെള്ളം ഒരു ഖരാവസ്ഥയിലേക്കായി മാറിയതിന് ശേഷം നമ്മൾ അതിനെ ഒന്നുകിൽ വാട്ടർ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്കോ ആ വെള്ളത്തെ നേരത്തെ പോലെ ഇടാൻ വേണ്ടി പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യേണ്ടി വരും? കുത്തി പൊട്ടിച്ച് വേദനിപ്പിക്കേണ്ടി വരും അല്ലെ? ഈ കുത്തി പൊട്ടിച്ച് വേദനിപ്പിച്ച് ആ ഐസ് കഷ്ണങ്ങളൊക്കെ നമ്മൾ ആ ബോട്ടിലേക്കോ ഗ്ലാസ്സിലേക്കോ ഇടുകയാണെങ്കിൽ പോലും അത് നേരത്തെ ആ വെള്ളം ദ്രാവകമായ സമയത്തിരിക്കുന്നത് പോലെ ഇരിക്കുമോ? ഇല്ല. അവിടെ എവിടെയെങ്കിലും തട്ടിയും തടഞ്ഞും എന്തായിരിക്കും? പല വിള്ളലുകളും ഗ്യാപ്പുകളും ഉണ്ടാവും അല്ലെ? കറക്റ്റ് അത് ഫുൾഫിൽ ആവുമോ? ഇല്ല, കറക്റ്റ് ഫുൾഫിൽ ആവില്ല. നമ്മള് ആ ഐസ് കട്ട പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഇട്ട് അതുപോലെ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ആ ഐസ് ട്യൂബ് എല്ലാം ഒന്ന് ദ്രാവക രൂപത്തിലാക്കി ആയിക്കണ സമയത്ത് നേരത്തെ ഗ്ലാസ്സിൽ ഫുള്ളായിരിക്കുന്ന സംഭവം ഫുള്ളി ദ്രാവകമായി കഴിയുമ്പോൾ അത് പകുതി മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അല്ലെ? അതിന്റെ ഗ്യാപ്പുകളൊക്കെ അപ്പം എന്തായും? ഫില്ലാവും. അപ്പൊ നേരത്തെ ഫുള്ളായ സമയം ഇപ്പൊ എവിടെ പോയി? അതങ്ങോട്ട് റെഡി ആവുന്ന സമയത്ത് അത് ഫുൾ ഫില്ലല്ല, അത് ഓഫാണ്. ചിലപ്പോൾ അത് കാൽഭാഗമായിരിക്കാം അല്ലെ? ചെറിയ ചെറിയ കുഞ്ഞു പീസാക്കി ഇട്ടാണെങ്കിൽ ചിലപ്പോൾ അതൊരു അരഭാഗം ഉണ്ടാവാം. വലിയ 2-3 കഷ്ണങ്ങൾ വെക്കുകയാണെങ്കിലോ അത് പിന്നീട് നോക്കുന്ന സമയത്ത് അതൊരു കാൽഭാഗമോ അല്ലെങ്കിൽ ഒരു അരഭാഗമേ ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് നമ്മളിലേക്ക് കിട്ടുന്ന അറിവുകൾ പുറത്തുനിന്ന് കിട്ടുന്ന സമയത്ത്
നമ്മുടെ രീതിയിലല്ലാതിരിക്കുന്ന സമയത്ത് എന്തായി പോവും? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഐസ് ട്യൂബ് ഇട്ടതുപോലെ അത് എന്തായി വരും? പെട്ടെന്ന് അത് ഫുൾഫിൽ ആയതുപോലെ നമുക്ക് തോന്നും. നമ്മളെല്ലാം കഴിഞ്ഞൊന്ന് അടങ്ങി ഇടുങ്ങി നോക്കുന്ന സമയത്ത് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഞാൻ എന്തിനാണ് ഇത്ര സമയം ഇത്രയും ഒരു സംഭവം പറഞ്ഞതെന്ന് എന്തേലും പിടികിട്ടിയോ? വീഡിയോ ഓൺ ആക്കിയിട്ട് ഫേസ് ഫേസ് കാണുമ്പോ ഒന്നുകൂടെ യെസ്, കറക്റ്റ് ആണ്. വീഡിയോ ഓണാക്കിയിരിക്കുന്നതിൻ്റെത്. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എത്തണ സമയത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് നമ്മളത് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റവും ഒന്ന് അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ഉണ്ടാവുന്ന വേരിയേഷൻസും ആണ് ഇവിടെ ഇത്രയും സമയം ഒരു ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കി തന്നത്. അപ്പൊ ഇതിനേക്കാളും വിശദമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇൻഷാല്ല മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട്, അധിക പേരുടെ ചിലപ്പോൾ വൈഫൈ ആയിരിക്കില്ല, മൊബൈൽ ഡാറ്റ ആയിരിക്കാം, രാവിലെ തന്നെ ഈ സൂമിൽ ഇരുന്ന് ആ ഡാറ്റയുടെ ഒരു ഏകദേശം ഒരു GB അടുത്ത് ചിലപ്പോൾ തീർത്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ടൈം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഒരു ഹാഫ് എങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെ ഒരു പകുതിയെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് അത് എത്തിപ്പിക്കാൻ വേണ്ടി നോക്കണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ അതിലേക്കൊന്ന് ഫോക്കസ് ആക്കിയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാല്ല. അപ്പൊ ഏതൊരു സംഭവവും നമുക്കത് മനസ്സിലാവില്ല. നമുക്ക് എത്ര തന്നെയാണെങ്കിലും ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ കൊണ്ട് കുറച്ച് സംഭവങ്ങൾ ചെയ്യിപ്പിച്ചു. സത്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ ഇപ്പോൾ അറിയില്ല എന്തൊക്കെയാണ് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. കാരണം ഞാൻ എവിടെ എഴുതി വെച്ച സംഭവം നോക്കി പറഞ്ഞൊന്നുമല്ല. ആ സ്പോട്ടിൽ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ തോന്നിയത് അതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അപ്പൊ ആ സ്പോട്ടിൽ എനിക്ക് എന്തൊക്കെ തോന്നി അതൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ സ്പോട്ടിന് എനിക്ക് തോന്നിയത് ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങളിലേക്ക് അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ ഏത് രൂപത്തിലാണോ ചിത്രീകരിക്കുന്നുള്ളത്, ഞാനത് ഇങ്ങനെ ആക്കണോ അങ്ങനെ ആക്കണോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെ? ഞാൻ ഓരോ സംഭവങ്ങൾ പറഞ്ഞു. പറയുന്ന സമയത്ത് നിങ്ങൾക്കത് ഏത് രൂപത്തിലാണോ ചെയ്യണം എന്ന് തോന്നുന്നത് ആ രീതിയിൽ അങ്ങോട്ട് നിങ്ങളത് ചെയ്യും എന്നുള്ളതാണ്. അതിനി ചിലപ്പോൾ ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് സെന്റൻസ് ആക്കി എഴുതി വെക്കാം, അതല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് വരക്കാം. ഇനി വരക്കുവാണെങ്കിൽ തന്നെ അതിനെ പല മോഡലുകളിലേക്കും ചെയ്യാം. നിങ്ങളുള്ളിൽ നല്ല എന്ത് ക്രിയേറ്റിവിറ്റി ആണോ ഉള്ളത് അതനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കാം നമ്മുടെ പുറത്തു നിന്നുള്ള സംഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വെറും ഒരു ചിത്രം വരയ്ക്കലോ വെറും ഒരു പാട്ട് പാടലിലോ ഉള്ളതല്ല. നമുക്ക് എന്ത് കിട്ടിയാലും അത് ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് മുതലെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകളും, ഞാനൊരു വലിയ ഒരു അറിവുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ ചിലപ്പോൾ നിങ്ങളെക്കാളും അത്രമാത്രം അറിവ് കുറഞ്ഞ വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നുള്ളത്. അപ്പൊ അത്രയും കുറഞ്ഞ ഒരറിവിൽ നിന്ന് പോലും നമുക്കതിനെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള വ്യക്തികളിലേക്ക് അതിനെ എത്തിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിനെ അവരിലേക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിപ്പിച്ചു കൊടുക്കാനുള്ള ഏതോ ഒരു കഴിവ് എന്നിലേക്ക് അതിന്റെ കഴിവിന്റെ ഒരു കുറച്ച് ഭാഗം എങ്കിലും നൽകിയത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അവിടെ ഒരിക്കലും എന്തല്ല, എന്റെ കഴിവില്ല, എന്റെ അറിവല്ല, എന്റെ നോളജ് അല്ല, ഒന്നുമല്ല. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഏതോ ഒരു സാധ്യതകൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്തല്ല, അറിവുകൾ പൂർണ്ണമായവരല്ല. അറിവുകൾ പൂർണ്ണതയിൽ എന്നാൽ മാത്രമല്ല, നമ്മുടെ അറിവെന്ന് പറയുന്നത് നമ്മൾ ഇന്നും LKG ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയെ പോലെ മാത്രമാണ്. LKGയിലുള്ള ഒരു കുട്ടിക്ക് എന്താണ് അവർക്ക് അറിയാൻ വേണ്ടി പറ്റുക, അല്ലെ? നമ്മുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ LKGയിലുള്ള കുട്ടികൾക്ക് ഒന്നും അറിയില്ലല്ലോ, അല്ലെ? എന്നാലോ ആ കുട്ടിയുടെ മൈൻഡിൽ, ഒരു KGയിൽ വന്നിരിക്കുന്ന ആ ഒരു കുട്ടിയുടെ മൈൻഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ചിന്താതലായിരിക്കും ഉണ്ടാവും. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്. എന്താണെന്ന് അറിയാം, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം. അങ്ങനെ നമുക്കെല്ലാം അറിയാം എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണല്ലോ നാം മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അതിനൊക്കെ പോകുന്നുള്ളത്. സ്വയം നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നാം നമ്മിലേക്ക് നോക്കുകയാണെങ്കിൽ നാം നമ്മളെ എത്രമാത്രം ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടല്ലേ? അപ്പൊ നമുക്ക് അറിയാനുള്ളത് ഒരു സമുദ്രം പോലെ വിശാലമാണ്. അറിഞ്ഞതോ അതിൽ നിന്നുള്ള ഒറ്റൊരു ഡ്രോപ്പ് മാത്രമാണ്. ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്താൽ ആ സമുദ്രത്തിന് എന്തേലും ഒന്നറിയോ? അത് മാത്രമാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ അറിഞ്ഞത് ഒരു ഡ്രോപ്പ് മാത്രമാണ്.
ഇനി അറിയാനുള്ളത് ഒരു സമുദ്രം പോലെ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അറിവുകൾ എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും നമ്മളുടെ പ്രായം നോക്കേണ്ട, നമ്മുടെ പദവി നോക്കേണ്ട, ഒന്നും നോക്കേണ്ട. നമുക്കറിയാനുള്ളതിന് നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. പക്ഷെ ഏതൊരറിവാണോ നമ്മളിലേക്ക് കിട്ടിയതെന്തെങ്കിലും പുതിയൊരു അറിവിലേക്ക് പോകുമ്പോൾ നാം അവിടെ പോവേണ്ടത് ഒരു കാലിപ്പാത്രമായിട്ടായിരിക്കണം. നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് ഒരു 1/4 ഭാഗമോ അരഭാഗമോ കൊണ്ടാണ് അവിടെ നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന വസ്തുവിന്റെ ആ 1/4 ഭാഗമോ ബാക്കി പകുതിയോ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ചിലപ്പോ നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കാന്ന് വിചാരിക്കാം, നമ്മുടെ ഏതേലും ഒരു നെയ്ബേഴ്സിന്റെ ഒരു വീട്ടില് അവിടെ പോയവർക്ക് ഒരു സഞ്ചി നിറയെ അവര് എന്തേലും സംഭവങ്ങൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ക്യാഷോ അല്ലെങ്കിൽ ഗോൾഡ്, ക്യാഷ് വേണ്ട, ഗോൾഡ് കോയിൻ ആയിക്കോട്ടെ. ആ വീട്ടിലേക്ക് പോയ വ്യക്തികൾക്ക് മുഴുവൻ എന്താണോ അവരുടെ കയ്യിൽ കരുതിയിരിക്കുന്നത് ആ കരുതിയിരിക്കുന്ന പാത്രത്തിൽ അതല്ലെങ്കിൽ ആ ഒരു കവറിൽ മുഴുവനും ഗോൾഡ് കോയിൻ കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ എന്താ നോക്കുക, നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും വലിയ ഒരു പാത്രമോ അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സഞ്ചി എടുത്തായിരിക്കും പോവാന്നുള്ളത്. എന്നിട്ടോ അതിന്റെ അകത്ത് എന്തേലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ചൊരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അവിടെ അവൈലബിൾ ആക്കി കൊണ്ടുപോകും. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് കിട്ടുന്ന ആ ഗോൾഡ് കോയിനിൽ നിന്ന് ഒരു കോയിനെങ്കിലും കുറഞ്ഞു പോയാലോ, സ്ഥലമില്ലാത്ത കാരണം കൊണ്ടിട്ടല്ലേ. അപ്പോൾ ആ സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ട് അവിടെ നിന്ന് കിട്ടണത് നമുക്ക് കുറയരുത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ രീതിയിൽ പോകും. ചിലപ്പോൾ നമ്മളിപ്പം എന്താ അയൽവക്കത്തെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി വന്ന ഫുഡൊക്കെ വരുന്ന സമയത്ത് നമ്മളത് പറയില്ല, അപ്പൊ വലിയ പാത്രം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരണേന്നൊക്കെ പറയാറില്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയാറില്ലേ കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് വരണേ. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചെറിയ പാത്രം കൊണ്ട് പോകും. എന്തുകൊണ്ട്? നമുക്കിപ്പോ കൂടുതൽ ഇവിടെ ആവശ്യം, നമ്മൾ വീട്ടിൽ ഒന്നെങ്കിൽ കുറച്ചാളേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അത് കൊണ്ടുവന്നാൽ കൂടുതൽ ആളെ ചിലപ്പോൾ അത് കഴിക്കൂല, ചിലപ്പോൾ നമ്മൾ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവർ വലിയ പാത്രം കൊണ്ടുപോയാൽ പോലും നമ്മൾ പറഞ്ഞാൽ പോലും നമ്മൾ ചെറുത് കൊണ്ടുപോകും. എന്തുകൊണ്ട്? നമുക്കിപ്പം ഇത്രമാത്രം മതി എന്നുള്ള കാരണം കൊണ്ട്. ചിലപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്തോ അവരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പാത്രത്തിന്റെ വലിപ്പം ചെറുതായതുകൊണ്ട് ഇനിയിപ്പം തരുന്നത് കുറയണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ വലിയ പാത്രം എടുത്ത് പോകാനും മതി, അല്ലെ? നമ്മൾക്കുള്ള ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അവിടെ മാറ്റും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾക്ക് അറിവുകൾ ലഭിക്കുന്ന സമയത്ത്, നോളജ് ലഭിക്കുന്ന സമയത്ത് നമുക്ക് ഇതുവരെ കിട്ടിയതെല്ലാം എന്ത് ചെയ്യാം, അവിടെ മാറ്റി വെച്ചിട്ട് ഒരു കാലിപ്പാത്രമായിട്ട് നമ്മൾ പോകാൻ നോക്കാം. അങ്ങനെ കാലിപ്പാത്രമായിട്ട് പോകുന്ന സമയത്ത് മാക്സിമം നമുക്ക് ഇൻഷാല്ലാ അവിടെ നിന്ന് ലഭിക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, നമ്മുടെ മൊബൈലിൽ പുതിയൊരു ആപ്പ് കയറ്റാൻ നോക്കുമ്പോൾ നമുക്ക് സ്പേസ് ഇല്ല, അല്ലേ? പുതിയൊരു ആപ്പ് കയറ്റാൻ നോക്കുമ്പോൾ നമുക്ക് സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, അതല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് സ്പേസ് ഇല്ല. നമ്മൾ കുറെ ഫോട്ടോസ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഡിലീറ്റ് ചെയ്യുമ്പോൾ നോക്കി 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 അവസാനം നോക്കുമ്പോൾ നമ്മൾ വേണമെന്ന് ഇഷ്ടപ്പെട്ട ഫോട്ടോസിനെ പോലും ചിലപ്പം അവസാനത്തെ ഡിലീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വിശാലത കൂട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിന്റെ വിശാലത കൂട്ടുക എന്നുള്ളതാണ്. ഹൃദയ വിശാലത കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറ്റുള്ളൂ, നമ്മളേക്ക് എന്ത് കിട്ടണതേ നമുക്ക് ആ രീതിയിൽ പോസിറ്റീവോട് കൂടി ഇൻഷാല്ലാ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും ഇന്ന് കൂടുതൽ ടോപ്പിക്കിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് ഇൻഷാല്ലാ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ളത് കിട്ടിയോ? ലൈഫിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഒരാളുടെ ഫേസ് കാണാം, അതുകൊണ്ട് കിട്ടിയെന്നുള്ളത് അറിഞ്ഞു, മറ്റുള്ളവരുടെ അറിയില്ല. കിട്ടിയോ? ജസ്റ്റ് ഓൺ മറ്റുള്ളവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് ഓർ നോ. അപ്പൊ ഇൻഷാല്ലാ നമുക്കിന്ന് പ്രോസസ്സ് വേണോ? ഇനി കുറച്ച് സമയമുള്ളൂ, വലിയ പ്രോസസ്സ് വേണ്ട. നമുക്കൊന്ന് സൈലൻസ് സിറ്റിംഗ് ഇരിക്കാം, അല്ലെ? സൈലൻസ് ഇരുന്നുകൊണ്ട് ഒന്ന് നമ്മള് റബ്ബിലേക്ക് നമ്മുടെ മൈൻഡ് ഒന്ന്, ഇന്നിപ്പം റബ്ബുമായിട്ട് കണക്ട് ചെയ്തതൊന്നും പറയാത്തതുകൊണ്ട്, ഇലാഹുമായിട്ട് കണക്ട് ചെയ്തൊന്നും പറയാത്തതുകൊണ്ട് ആ ഒരു രോമാഞ്ചം വന്നിട്ടുണ്ടാവില്ല, അല്ലെ? എന്നാൽ കുറച്ചൊക്കെ നമ്മളുടെ ഒരു ഭൗതിക തലത്തിലേക്കുള്ളത് പോലെ ആയിരിക്കാം ഇന്ന് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അതെ, നമുക്ക് എല്ലാം ആവശ്യമാണല്ലോ, അല്ലെ? നമ്മളിങ്ങനെ ഒരു മിക്സ് ആയി ജീവിക്കുന്ന സമയത്ത് വെറും സ്പിരിച്വലായിട്ട് പോയാലുണ്ടല്ലോ, നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേക്കാവും. അപ്പൊ നമുക്ക് വെറും സ്പിരിച്വലായിട്ടും പോകാൻ വേണ്ടി പറ്റില്ല, എന്നാലോ വെറും അങ്ങോട്ട് ഭൗതിക തലത്തിലും പോകാൻ വേണ്ടി പറ്റില്ല. നമുക്ക് രണ്ടും കൂടി
മിക്സഡ് ആയിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പൊ രണ്ടും കൂടി മിക്സ് ആക്കി ബാലൻസ് ചെയ്തേ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ വെറും സ്പിരിച്വലായിട്ട് മാത്രം പോയാലോ നമ്മൾ എവിടെയെങ്കിലും പോയി സന്യസിക്കേണ്ടി വരും അല്ലേ? വെറും സ്പിരിച്വലായിട്ട് പോയാൽ നമ്മൾ സന്യസിക്കേണ്ടി വരും ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടും ബാലൻസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. എന്നാലും എല്ലാവരും ഒന്ന് സൈലന്റ് ഇരിക്കുക, കംഫർട്ടായിട്ട് ഇരിക്കുക. ബ്രത്തിലേക്ക് മാത്രം ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യാം. സ്ലോലി സ്ലോലി ബ്രീത്ത് ഇൻ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഓരോ ബ്രീത്തിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം നമ്മളുടെ ക്രിയേറ്ററിലേക്ക്. ആ ഒരു കണക്ഷൻസ് നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി പ്ലഗ് ഇൻ ചെയ്തതുപോലെ നമ്മുടെ ആ കണക്ഷൻ അവിടെ ഒന്ന് പ്ലഗ് ഇൻ ചെയ്തതായി ഫീൽ ചെയ്യാം. എന്നിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കാം. ആ പ്ലഗ് ഇൻ ചെയ്തതിൽ നിന്ന് എന്നും ഉയരത്തിൽ നിന്ന് എനർജി താഴേക്ക് വരുന്നത് പോലെ ഇലാഹിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് നമ്മളിലേക്ക് ഓരോ ബ്രീത്തിലൂടെയും നമ്മളിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സമയം ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാം. ആ സമയത്ത് നിങ്ങളിലേക്ക് എന്തൊക്കെയോ ചിന്തകൾ വരും. വരുന്ന ചിന്തകളെ ബ്ലോക്ക് ചെയ്യുകയല്ല വേണ്ടത്. വരുന്ന ചിന്തയെ സ്വീകരിച്ചിട്ട് ഞാനിപ്പോ സൈലന്റ് സെറ്റിങ്ങിലാണ്, ഞാനിപ്പോ എൻ്റെ റബ്ബുമായിട്ട് സംസാരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ചിന്തയെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞേക്കാം. ഓക്കെ, എല്ലാവരും പ്രോസസ് ആരംഭിച്ചു. നിങ്ങൾ ഇലാഹുമായി മൈൻഡ് കൊണ്ട് സംസാരിക്കുക. ഓരോ പോസിറ്റീവും കൊണ്ട് വന്നിട്ട് ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രയാസമാണെങ്കിലും ഏത് ബുദ്ധിമുട്ടാണെങ്കിലും അതിനെ ഒന്ന് മനസ്സിൽ കാണാം. എന്നിട്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന റബ്ബിന് ഈ ഒരു പ്രയാസവും നിങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ പൂർണ്ണമായും വിശ്വസിക്കാം. ശേഷം ആ ഒരു പ്രയാസം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകുന്നത് അത് നിങ്ങളുടെ ശരീരവേദനയോ മാനസിക അവസ്ഥയോ സാമ്പത്തിക പ്രതിസന്ധിയോ എന്തുമാകാം, അത് പൂർണ്ണമായും നിങ്ങളെ ചുറ്റിപ്പറ്റി ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുണ്ടായതെല്ലാം പൂർണ്ണമായും ഒഴിവാവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ പൂർണ്ണ ആരോഗ്യവതിയായി പൂർണ്ണ സന്തോഷവതിയായി ഈ ഒരു ദിവസം മുഴുവനും, നാളെ സൺഡേ ആണ്, നാളെയും നമ്മൾ സിറ്റിംഗ് ഇല്ല, അപ്പൊ ഈ 2 ദിവസവും പൂർണ്ണമായും എനർജറ്റിക് ആയിരിക്കുന്നത് മനസ്സിൽ കാണാം. മനസ്സിൽ കണ്ടുകൊണ്ട് ബ്രത്തിലേക്ക് മാത്രം ഒന്നുകൂടി കോൺസെൻട്രേഷൻ ചെയ്ത് സാവധാനം ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് കൈകൾ നിന്ന് സ്ക്രബ് ചെയ്ത് മുഖത്ത് നേരെ സ്പർശിച്ച് കണ്ണുകൾ തുറന്ന് തിരിച്ചുണ്ടാവുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇവിടെ നമുക്ക് റബ്ബിനോട് ഒന്ന് മൗനമായിട്ട് സംസാരിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ആ പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട് ശേഷം നമ്മൾ നമ്മുടെ പ്രയാസങ്ങളെ പറയുമ്പോൾ നമുക്ക് ആ പ്രയാസം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോകുന്നതായി നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ നമുക്ക് ആ പ്രയാസം പോകുന്നതായി ഫീൽ ചെയ്തോ തീർച്ചയായിട്ടും ആ പ്രയാസത്തിന്റെ കാഠിന്യം നമുക്ക് കുറയും. പൂർണ്ണമായിട്ട് ചിലവ് മാറിയിട്ടില്ലെങ്കിലും അതിന്റെ സ്രോതസ് അങ്ങോട്ട് കുറയും, വെയിറ്റ് അങ്ങോട്ട് കുറയും. അങ്ങനെ വെയിറ്റ് കുറഞ്ഞ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കൊരു ബുദ്ധിമുട്ടുകൾ ഇല്ലാതായി മാറും. ബുദ്ധിമുട്ടുകൾ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടാവില്ല എന്നുള്ളത്. മനുഷ്യനാണോ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതിനെ ഫേസ് ചെയ്യണ രീതിക്ക് മാറ്റം വരുന്ന സമയത്ത് നമുക്കിതൊന്നും ബുദ്ധിമുട്ടാവാതിരിക്കും. അല്ലാതെ ഒരിക്കലും ബുദ്ധിമുട്ടുകൾ മാറും എന്നല്ല, ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് നമുക്ക് ആർക്കും പറ്റൂല. നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്ന രീതിക്ക് നമുക്ക് മാറ്റം കൊടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് മാറ്റം വരുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അതിലേക്ക് പ്രവർത്തനം ഉണ്ടാവുകയും അത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് എന്തായാലും എല്ലാവരും നമ്മളുടെ പുതിയൊരു പ്രോഗ്രാം വരുന്നുണ്ടല്ലോ ജൂൺ 20-ന് ശേഷം, ആ ഒരു 3 ഡേയ്സിലേക്ക് മാക്സിമം ആളുകളിലേക്ക് നിങ്ങളൊന്ന് എത്തിപ്പിക്കാൻ വേണ്ടി നോക്കുക. കൂടുതൽ ആള് നമ്മൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. നമ്മളും മൊബൈൽ അഡിഷനാണ്, നമ്മുടെ മക്കളും മൊബൈൽ അഡിഷനാണ് അല്ലേ? അപ്പൊ മൊബൈൽ അഡിഷൻ ആവുന്നത് എന്തുകൊണ്ട്? മൊബൈൽ നമുക്ക് ശത്രുവാണോ, അതല്ല നമുക്കൊരു മിത്രമാണോ? അത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനുപയോഗിക്കേണ്ട രീതിയെ കുറിച്ചിട്ട്, ആ മൊബൈൽ ഫോൺ നമ്മുടെ മക്കളിലേക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്, അതിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീപ്പായിട്ട് ഒരു മൊബൈൽ സാക്ഷരത എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സാക്ഷരത, എഴുത്തും വായനയും നമുക്ക് ആവശ്യമാണ് അല്ലേ? അപ്പൊ ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. ഈ ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന സംഭവമാണ് നമ്മളുടെ ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു ഡിജിറ്റൽ സാക്ഷരതയുടെ ഒരു ബേസ് ആയിരിക്കാം ഇവര് 3 ഡേയ്സിൽ കിട്ടാൻ പോകുന്നത്. ഇതൊരു 500 കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കാതെ 500 കൊണ്ട് നമുക്കൊരു വലിയൊരു നോളജ് കിട്ടുമല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നോക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതുപോലെ മറ്റുള്ളവരിലേക്ക് നിന്ന് എത്തിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും ഞാൻ വിചാരിക്കുന്നു ഇതൊരു തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഓരോ ബാച്ചിലും ഒരു 10 ആളെ വെച്ചിട്ട് ക്ലാസ്സസ് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അത്